നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം, കുറേ നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിട്ടുള്ള വൺ ഇന്ത്യ വൺ പെൻഷൻ, ഏകീകൃത പെൻഷൻ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു ആശയത്തെപ്പറ്റി പ്രതിപാദിക്കാനാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ തുലവും തുച്ഛമായിട്ടുള്ള ഏകദേശം 3% മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പേയ്മെൻറ്റും പെൻഷനും നൽകുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 70% തുക വിനിയോഗിക്കപ്പെടുകയാണ്. ഏതൊരു വ്യക്തിയും ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്താലും അവൻ ചെയ്യുന്ന ജോലിക്ക് അവൻ കൂലിക്ക് അർഹനാണ്. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വാങ്ങുന്ന ഈ ഭീമമായ പെൻഷൻ തുക സാധാരണക്കാരായ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. നികുതി പണത്തിൽ നിന്നാണ് ഈ പെൻഷൻ എങ്കിൽ നികുതി അടയ്ക്കുന്ന എല്ലാവരും ഒരേപോലെ ഈ പെൻഷന് അർഹരാണ്. കാരണം നമ്മൾ ജനിച്ചു വീഴുന്ന ആ ദിവസം തൊട്ട്, നമ്മൾക്ക് വാങ്ങുന്ന ബേബി പൗഡറിന് തൊട്ട്, നമ്മൾ മരിച്ച് മണ്ണടിയുമ്പോൾ നമ്മുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിക്ക് വരെ നികുതി കൊടുക്കുന്നവരാണ് നമ്മൾ പൊതുജനങ്ങൾ. അപ്പോൾ ആ നികുതി പണത്തിൽ നിന്നെടുത്താണ് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ ആ നികുതി അടയ്ക്കുന്ന എല്ലാ പൗരന്മാരും ആ പെൻഷന് തുല്യ അവകാശികളാണ്. ഒരേപോലെയുള്ള പെൻഷന് തുല്യ അവകാശികളാണ്. അതാണ് അതിൻ്റെ ലോജിക്ക്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കർഷക തൊഴിലാളിക്ക് കിട്ടുന്ന പെൻഷൻ 1200 രൂപയാണ്. നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന പെൻഷൻ, ആ സർക്കാർ ജീവനക്കാരൻ അദ്ദേഹം റിട്ടയർഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ ഏകദേശം പകുതിയോളം വരും. ഉദാഹരണം പറഞ്ഞാൽ 1,00,000 രൂപ ശമ്പളമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് നിന്ന് റിട്ടയർഡ് ആകുമ്പോൾ അദ്ദേഹത്തിന് പ്രതിമാസം കിട്ടുന്ന പെൻഷൻ 50,000 രൂപയാണ്. നികുതി അടയ്ക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ്, ഒരേ നികുതിയാണ്, പെൻഷൻ മാത്രം വ്യത്യാസം. ഇതൊരു അസമത്വമല്ലേ? ഇതൊരു നീതികേടല്ലേ? സാധാരണ ജനങ്ങളോട് ചെയ്യുന്ന ഒരു നീതികേടല്ലേ? ഒരു അനീതിയല്ലേ? ഒരു ചൂഷണമല്ലേ? നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഈ സർക്കാർ ജീവനക്കാർക്ക് ഈ അടുത്ത കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട്. ഇവർ റിട്ടയർഡ് ആകുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്കൊരു പ്രമോഷൻ കൊടുക്കും. ചിലപ്പോൾ ഒരാഴ്ച മുന്നേ ആയിരിക്കും, ചിലപ്പോൾ കുറേ മാസങ്ങൾ മുന്നേ ആയിരിക്കും, ചിലപ്പോൾ അതേ ദിവസമായിരിക്കും. രാവിലെ ഇവർക്ക് പ്രമോഷൻ കൊടുക്കുന്നു, വൈകുന്നേരം ഇവർ ആ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം ആ പ്രമോഷൻ കൊണ്ട് കിട്ടുന്ന ശമ്പളമല്ല, മറിച്ച് ആജീവനാന്ത കാലം കിട്ടുന്ന ഭീമമായ ആ പെൻഷൻ തുകയാണ്. എന്തൊരു അസംബന്ധമാണെന്ന് നോക്ക്, എന്തൊരു വിചിത്രമാണെന്ന് നോക്ക്, എന്തൊരു ചൂഷണമാണെന്ന് നോക്ക്. സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളും ഇതിനൊട്ടും മോശമല്ല. ഒരേ സമയം MLA പെൻഷനും MP പെൻഷനും മേടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമുക്കുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 60 വയസ്സ് കഴിഞ്ഞ നിർധനയായ ഒരു വിധവയ്ക്ക് വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും ഒരുപോലെ നൽകാൻ സാധിക്കാത്ത നിയമവ്യവസ്ഥയുള്ള ഒരു നാടാണ് കോടികളുടെ ആസ്തിയുള്ള ജനപ്രതിനിധികൾക്ക് MLA പെൻഷനും MP പെൻഷനും ഒരുപോലെ നൽകുന്നത്. എന്തൊരു ചൂഷണമാണ്! നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? സാധാരണക്കാരിലേക്ക് ഈ മെസ്സേജ് നമ്മൾ എത്തിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കും. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതാക്കൾക്കും ജയ് വിളിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ന്യായീകരണം നടത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന ഇവരുടെ അണികൾക്കും ഇവരുടെ പ്രവർത്തകരോടും ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്വതന്ത്രമായ ചിന്തകളെ നിങ്ങൾ പണയം വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പ്രതികരണശേഷിയെ നിങ്ങൾ അടിയറവ് വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഏകീകൃത പെൻഷനെ പറ്റി നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താണ്? നിങ്ങൾ ചോദിക്കണം പ്രിയ സുഹൃത്തുക്കളെ. ചൂഷണത്തിന് വിധേയരാകാതിരിക്കൂ. എന്നും എപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാകാതിരിക്കും. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ, വിശ്വസിക്കാൻ, വോട്ട് ചെയ്യാം. അതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാകാതിരിക്കൂ. സ്വതന്ത്രമായി ചിന്തിക്കൂ. നമുക്ക് ആവശ്യമുള്ള നീതി നമ്മൾ മേടിച്ചെടുക്കുക തന്നെ വേണം, ന്യായമായത്. ഇനിയും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് ഒന്ന് ചോദിച്ചോട്ടെ. എന്തും ഏതും വാർത്തയാക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ലിക്വർ പെർമിറ്റിന് വേണ്ടി ഒരു ആപ്പ് ഇറങ്ങിയപ്പോൾ അതിനുവേണ്ടി എന്തോരം പ്രചാരമാണ് നിങ്ങൾ കൊടുത്തത്, എന്തോരം ന്യൂസാണ് എത്ര ദിവസമായി നിങ്ങൾ കൊടുത്തു.
അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പ്രമുഖ സിനിമാ നടൻ്റെ ജന്മദിനത്തിന് വേണ്ടി എത്ര മണിക്കൂറുകൾ നിങ്ങൾ മാറ്റിവെച്ചു. ഇതൊന്നും വാർത്തയല്ലെന്നോ ഇതൊന്നും പ്രക്ഷേപണം ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഉള്ള അഭിപ്രായമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്ര തരംഗമായിരിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി എന്താണ് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത്? സമൂഹത്തോട് ഇച്ചിരിയെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ, സാധാരണപ്പെട്ട താഴെ തട്ടിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങളിത് വാർത്തയാക്കണം. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇതിന് മറുപടി വരാൻ, അവരുടെ രാഷ്ട്രീയമായ നിലപാടുകൾ വ്യക്തമാക്കാൻ ബാധ്യസ്ഥരാകും. പിന്നെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത ഈ അനർഹമായ ആനുകൂല്യങ്ങളല്ല ഇതൊന്നും. നമ്മുടെ പണം കൊണ്ട് ഏതൊരു പൗരൻ്റെയും നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തിയ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചും അടപ്പിച്ചും സംഘടിച്ചും സമരം ചെയ്തും നേടിയെടുത്ത അനർഹമായ അവകാശങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മളും സംഘടിക്കേണ്ടിയിരിക്കുന്നു, നമ്മളും സമരം ചെയ്യേണ്ടിയിരിക്കുന്നു ജനാധിപത്യപരമായിട്ട്. ഇവിടെ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല. ഈ ആശയം നടപ്പിലാക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ്, പൊതുജനങ്ങളുടെ ക്ഷേമമാണ്. അങ്ങനെ ക്ഷേമത്തിൽ താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അവരുടെ പ്രകടന പത്രികയിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ, ഏകീകൃത പെൻഷൻ എന്ന് പറയുന്ന ഒരു ആശയം മെൻഷൻ ചെയ്യപ്പെടണം. ആ മെൻഷൻ ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും വേണം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തിന് പൂർണ്ണമായ സപ്പോർട്ടും അതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട സമയം വിനിയോഗിച്ചതിന്. ഒരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഇതിനെതിരെ പ്രതികരിക്കുക. ഈ ചൂഷണത്തിനും ഈ അഴിമതിക്കും ഈ അസമത്വത്തിനുമെതിരെ പ്രതികരിക്കുക. സാധാരണക്കാരായ നമ്മുടെ ആളുകളിലേക്ക് ഈ നിങ്ങളെ കൊണ്ടാകുന്ന പോലെ നിങ്ങളുടെ ശൈലിയിൽ, നിങ്ങളുടെ ഭാഷയിൽ ഈ മെസ്സേജ് എത്തിക്കുക. ഇതൊരു വലിയ വിജയമായിരിക്കട്ടെ. ഈ മാറ്റങ്ങൾ വരട്ടെ. നമ്മുടെ അപ്പനും അമ്മയ്ക്കും വാർദ്ധക്യത്തിൽ ഈ പെൻഷൻ തുക എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്ത് വാർദ്ധക്യത്തിൽ അവർക്കൊരു കൈത്താങ്ങാകുന്നതിന് വേണ്ടിയാണ്. അതിനെ ഒരു സേവിങ് ആയിട്ട് കാണരുത്. അങ്ങനെ നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് പെൻഷനെ കാണരുത്. നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് വേണ്ടുന്ന ദൈനംദിന കാര്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തരുന്ന ഒരു കൈത്താങ്ങായിട്ട് മാത്രം കാണുക. എല്ലാവർക്കും നന്ദി. എന്നെ ശ്രമിച്ച് മാക്സിമം പ്രചരിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി.